നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. LSGയെയും തകർത്തു കുതിച്ചുപായുന്ന പഞ്ചാബ് ഈ IPL പുത്തൻ ചരിത്രം തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആദ്യ 6 കളികൾ കഴിയുമ്പോൾ ഒറ്റക്കളിയും തോൽക്കാത്തൊരു ടീം IPL ചരിത്രത്തിൽ ആദ്യമാണ്. 10 പോയിൻ്റ് ഈ സീസണിൽ ക്രോസ് ചെയ്യുന്ന ആദ്യ ടീമായിട്ടും അവർ മാറിയിരിക്കുന്നു. മഴ പെയ്ത് ഒരു കളി ഒലിച്ചു പോയില്ലായിരുന്നെങ്കിൽ 6-6 ജയിച്ചേനെ. ഇപ്പോൾ 6 കളി 5 വിജയം, 11 പോയിൻ്റ്, 1.42 നെറ്റ് റൺ റേറ്റിൽ അവർ 1-ാം സ്ഥാനത്ത് വിരാജിക്കുകയാണ്. ഇപ്പോൾ ഈ 6-ാം റൗണ്ട് പുരോഗമിക്കുമ്പോൾ ഒരുപാട് മാറിമറിയലുകൾ പോയിൻ്റ് പട്ടികയിൽ സംഭവിച്ചിട്ടുണ്ട്. RCBക്ക് 2 തോൽവിയായി, 6 കളി 8 പോയിൻ്റ്. രണ്ടാമത് രാജസ്ഥാൻ തുടർച്ചയായി 2 കളികൾ തോറ്റു, 6 കളി 8 പോയിൻ്റ്. മൂന്നാമത് സൺറൈസേഴ്സ് 6 കളി 6 പോയിൻ്റ്, 4-ാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഡൽഹി ക്യാപിറ്റൽസ് 5 കളി 6 പോയിൻ്റ്, 5-ാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസിനും 5 കളി 6 പോയിൻ്റ് ഉണ്ട്, അവർ 6-ാം സ്ഥാനത്താണ്. CSK ഇപ്പോൾ 6 കളി 4 പോയിൻ്റ്, 7-ാമത്. ലക്നൗ സൂപ്പർ ജയൻസ് 6 കളി 4 പോയിൻ്റ്, അവരിപ്പോൾ നിൽക്കുന്നത് 8-ാം സ്ഥാനത്ത്. KKR 9-ാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട്, 7 കളി 3 പോയിൻ്റ്, ഒരു വിജയം അവർ ഇന്നലെ സ്വന്തമാക്കി. മുംബൈ ഇന്ത്യൻസ് 5 കളി 2 പോയിൻ്റ്, 10-ാം സ്ഥാനത്താണ്. ഇന്ന് വിജയിച്ചാൽ അവർ മുന്നോട്ട് വീണ്ടും KKRനെ പിന്തള്ളി പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച. പക്ഷെ മാറാത്തൊന്നുണ്ട്, അത് PBKSൻ്റെ ഈ സീസണിലെ കുതിപ്പാണ്. ചരിത്ര കുതിപ്പാണ് അവർ നടത്തുന്നത് എന്ന് നമ്മൾ പറയുന്നത് വെറുതെയല്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ ഗുജറാത്തിനെ തോൽപ്പിച്ചു, ചെന്നൈയെ തോൽപ്പിച്ചു, ഹൈദരാബാദിനെ തോൽപ്പിച്ചു, മുംബൈയെ തോൽപ്പിച്ചു, ലക്നൗവിനെ തോൽപ്പിച്ചു. ഈ IPLൽ ഹിസ്റ്ററിയാണ് പിറന്നിരിക്കുന്നത്. ശ്രേയസ് അയ്യർ ആർമി ബിക്കംസ് ദി ഫസ്റ്റ് ടീം എവർ ടു ഗോ അൺബീറ്റൺ ഇൻ ദി ഫസ്റ്റ് 6 മാച്ചസ് ഓഫ് ആൻ IPL സീസണിൽ ആദ്യത്തെ 6 കളികൾ തോൽക്കാതെ കുതിക്കുന്ന ചരിത്രത്തിലെ ആദ്യ ടീമാണ്. എന്താണ് ഇതിൻ്റെ പുറകിൽ? ടീമിൻ്റെ ആ ഒരു ഒത്തൊരുമയും അവരുടെ മികവും ഒക്കെ തന്നെയാണ്. അവരുടെ വിജയമന്ത്രം കളിക്ക് ശേഷം എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ശ്രേയസ് അയ്യർ. കളിക്ക് ശേഷം നമ്മൾ കണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, ശശാങ്ക് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു, അങ്ങനെയൊക്കെ ഉണ്ടായ ഒരു സംഭവം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മുഖം മറക്കുന്ന, തൊപ്പി വെച്ച് മറക്കുന്ന ശ്രേയസ് അയ്യർ. കളി കഴിഞ്ഞിട്ട് റിക്കി പോണ്ടിങ് ശശാങ്കിനെ ഹഗ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നല്ല രൂപത്തിലൊരു ഫാമിലി എന്ന രൂപത്തിലാണ് ടീം അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഒത്തൊരുമ കളിക്കളത്തിൽ നമുക്ക് വളരെ കൃത്യമായി വ്യക്തമായി കാണാനും പറ്റുന്നു. കളിക്ക് ശേഷം ശ്രേയസ് അയ്യർ ഈ വിജയമന്ത്രം എന്താണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, നമ്മൾ വെൻ യു ലെറ്റ് പ്ലെയേഴ്സ് ബി ഐ തിങ്ക് ദേ ജസ്റ്റ് ഡെലിവർ, ദാറ്റ്സ് അവർ മന്ത്ര. കളിക്കാരെ അവരുടെ വഴിക്ക് വിടുക, അവരുടേതായ രൂപത്തിൽ കളിക്കട്ടെ, അവരെന്താണോ അങ്ങനെ കളിക്കട്ടെ, അപ്പോൾ അവർ ഡെലിവർ ചെയ്യും. അതാണ് ഞങ്ങളുടെ വിജയമന്ത്രം. ഞാൻ അവരോട് എങ്ങനെ ഒരു സ്പെസിഫിക് ഇന്നിങ്സ് കളിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള പാറ്റേൺ ഉണ്ട്, അത് സെറ്റ് ചെയ്ത് അവർ കളിക്കും. റിക്കി ഓരോ കളിക്ക് മുമ്പും ടീമിനെ മോട്ടിവേറ്റ് ചെയ്യും. ഞാൻ ബോയ്സിനെ ആ രൂപത്തിൽ ഡെലിവർ ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ബൗളേഴ്സ് അധികവും ഇൻ്റർനാഷണൽ ബൗളേഴ്സാണ്, അവർക്ക് ഇമ്മൻസ് എക്സ്പീരിയൻസ് ഉണ്ട്. ശരിയാണ്, ചില ബാറ്റേഴ്സിനെതിരെ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടാവും, പക്ഷേ ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സിക്യൂഷൻ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. താരങ്ങളെ അവരുടേതായിട്ടുള്ള പെർഫോമൻസ് ചെയ്യാൻ അങ്ങ് വേണ്ടത്ര ഫ്രീഡം കൊടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് ചെയ്യുക, ഇത് ചെയ്യുക, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അവരെല്ലാവരും വളരെ ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സാണ്. അത് മനസ്സിലാക്കി അതനുസരിച്ച് ടീം ബിൽഡ് ചെയ്ത്, അതനുസരിച്ച് അവരെ ഗൈഡ് ചെയ്ത്, അതനുസരിച്ച് അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയാണ് PBKS പോയിക്കൊണ്ടിരിക്കുന്നത്. അപരാജിത കുതിപ്പാണ് അവർ നടത്തുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.